ഹലോ ഫ്രണ്ട്സ്, കേക്കൻ കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ പെറ്റി പെരുകി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തൊടുത്താൽ ഇനി നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി. ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ തുരത്താവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇത് പാമ്പുകളെയൊക്കെ ഓടിക്കാൻ വളരെ നല്ലതാണ് ഈ ഒരു സൂത്രം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പെരിച്ചാരികൾ, അതുപോലെ എലികൾ, പല്ലികളാണ് ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നമ്മൾ വെക്കുന്ന ഫുഡിൻ്റെ മുകളിലും അതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനം ഇടുന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ മുകളിലെല്ലാം കയറി നശിപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ മൂടിയൊക്കെ അടച്ച് വെച്ചിട്ട് അതെല്ലാം വേവിക്കുക. അല്ലെങ്കിൽ പല്ലി അങ്ങനെ വീണാൽ പിന്നെ അതിൻ്റെ വിഷാംശം നമുക്കത് ദൂഷ്യമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ അടച്ച് മൂടിയൊക്കെ വെക്കുക. പല്ലിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ ആ വശത്തോട്ട് പല്ലി വരത്തില്ല. അത്രയ്ക്ക് നല്ല എഫക്റ്റാണ്. അതിനായിട്ട് ഒരു ഇടികൽ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാത്ത ഏത് പാത്രമാണ് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഡപ്പ കാണുമല്ലോ, അതാണ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് ഈ ഒരു നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് വിനാഗിരിയും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും. ഇതാണ് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റി. ഇത് പല്ലികളെ, പാറ്റകളെ, എലികളെ എല്ലാം തുരത്താൻ വളരെ നല്ലതാണ്. ഉറുമ്പെല്ലാം തുരത്താൻ നല്ലതാണ്. നല്ലൊരൊറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്തു വെച്ചാൽ നല്ലൊരു എഫക്റ്റാണ്. കാര്യം ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് പല്ലികൾക്ക് പിന്നെ എലികൾക്കൊന്നും ഇഷ്ടമല്ല. പച്ചമുളകിൻ്റെയൊക്കെ ഇത് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് നമ്മുടെ വീടിനുള്ളിൽ ഭിത്തിവരിയെല്ലാം പല്ലികൾ കയറി ഇറങ്ങുമ്പോൾ ഭിത്തിവരിയെല്ലാം സ്പ്രേ ചെയ്തിടുമ്പോൾ ആ ഒരു വശത്തോട്ട് ഒരു കാര്യം, അതൊരു പുകച്ചിലാണല്ലോ, ഗ്യാസ് പോലെയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തോട്ട് വരത്തേ ഇല്ല. 100% റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ടിപ്പാണ്. അപ്പോൾ ഈ വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാര്യം പച്ചമുളകിൻ്റെതും ആ വെളുത്തുള്ളിയുടെയും ഒക്കെ ഇത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. അതിനുശേഷം വേണം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ്. പച്ചമുളകിൻ്റെ എരിവും വിനാഗിരിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ എഫക്റ്റൊക്കെ നല്ലപോലെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊരു കുപ്പിയിലേക്ക് മാറ്റാം. സ്പ്രേ ബോട്ടിലേക്ക് വേണം നിങ്ങൾക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുപ്പിയിലേക്കാണ് അത് മാറ്റുന്നത്. അതിനുശേഷം നമുക്ക് എവിടെയാണോ എലിശല്യം, പല്ലിശല്യം, പാറ്റാശല്യം ഒക്കെ ഉള്ള ആ വശത്തെല്ലാം ഒന്ന് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിയുടെ സൈഡിൽ, കാര്യം ഈ ചെടിയൊക്കെ നമ്മൾ അടുക്കി ഇങ്ങനെ നല്ലപോലെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന ചെടികളായിരിക്കും. പക്ഷെ അത് മൂടോടുകൂടി ഇത് പെരിച്ചാരികൾ പറിച്ച് കളയാറുണ്ട്. മൂടോടുകൂടി കളയത് നശിപ്പിച്ച് കളയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ ആവും. അപ്പോൾ ആ ഒരു വശത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിടുവാണെങ്കിൽ ആ വശത്തോട്ട് അതിൻ്റെ സ്മെല്ലടിച്ചിട്ടൊന്നും വരുത്തേ ഇല്ല. അതുപോലെ കറിവേപ്പിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനം നട്ട് വെച്ചാലും അതൊക്കെ, പ്രത്യേകിച്ച് കറിവേപ്പ്, പച്ചമുളക് തൈ, ഇതൊക്കെയാണ് എലികളൊക്കെ നശിപ്പിച്ച് കളയുന്നത്. എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് വെക്കും. ആ വശത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വിടാം. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ, അതുപോലെ കിച്ചൺ സ്ലാബിൽ, അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഈച്ച ശല്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ വശത്തൊക്കെ നമ്മുടെ കിച്ചൺ സിങ്കിൽ, അരകിലിൻ്റെ ഭാഗത്തൊക്കെ ഈ പൊടിയീച്ചകളൊക്കെ വരും. തണുപ്പ് കൂടുമ്പോൾ അവിടെ പാറ്റയുടെ ശല്യം ഉണ്ടാകും, പല്ലിയുടെ ശല്യം ഉണ്ടാകും. അവിടെയെല്ലാം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തിടുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ ഭിത്തിക്കൊക്കെ ഈ വിടവ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ആ അകത്തെല്ലാം പല്ലികൾ, പാറ്റകളും കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു വശമെല്ലാം നിങ്ങളിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കഴിവത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് പരിസരങ്ങളിൽ നിന്നും ഒക്കെ ഈ എലികളും പല്ലികളും ഒക്കെ പോകുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പ് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ച പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ കുതിർത്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോ പഴയ അടപ്പിലോ അല്ലെങ്കിൽ പത്രപ്പേപ്പറിലോ ഒക്കെ ആക്കാം. എന്നിട്ട് നമ്മുടെ ഇവിടെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ എവിടെയാണോ എലി ശല്യം കൂടുതൽ, പെരിച്ചാരി ശല്യമാണെങ്കിൽ കൃഷിസ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് ഇത് കൊണ്ടുവെക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. കാര്യം ഇങ്ങനത്തെ പേപ്പർ ഐറ്റംസ് എല്ലാം എലികൾക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം ഇങ്ങനത്തെ പേപ്പർ എന്നല്ല, ഏത് ന്യൂസ് പേപ്പർ ആണെങ്കിലും ഏതാണെങ്കിലും ഈ പേപ്പർ, തുണികൾ എല്ലാം എലികൾ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന കൂട്ടത്തിൽ എരിവും ആ വെളുത്തുള്ളിയുടെ ഇതെല്ലാം കൂടെ വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ വയറ് വീർത്ത് പരവേശപ്പെട്ട് കൂട്ടത്തോടെ ചത്തു പോകുന്ന, വീടിന് വെളിയിൽ പോയി ചത്തു പോകുന്നതായിരിക്കും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് വലിയ വിഷാംശങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നിങ്ങൾ നമുക്ക് തുരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ വളർത്തുമൃഗങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചിട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ, ഞാൻ ഇപ്പോൾ കൂടുതൽ വെക്കുന്ന അങ്ങടെ അരകിലിൻ്റെ ചുവട്ടിലാണ്. കാര്യം അവിടെ
ഇവിടെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എലി ഇപ്പോൾ ഒന്ന് വെച്ച് കൊടുക്കും, നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അത് ഫുള്ള് കടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആ സൈഡിലോട്ടൊന്നും എലി ശല്യം ഉണ്ടായിട്ടില്ല, പല്ലിയുടെയും പാറ്റയുടെ ശല്യം ഒന്നും ഉണ്ടായിട്ടുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അരിച്ചെടുത്ത വേസ്റ്റ് ഉണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു അണി എന്തെങ്കിലും ഉണ്ടെങ്കിലും തൂക്കിയിടുവാണെങ്കിൽ ആ ഒരു സ്മെല്ല് ഗ്യാസ് വടിച്ചിട്ട് ആ വശത്തൊന്നും പല്ലി പാറ്റ വരത്തില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.